അതെ നക്ഷത്ര എന്റെ നക്ഷത്ര ഒന്ന് കാണില്ലേ നീ കഴിച്ചു അവരുടെ അമ്മ മരിച്ചു എനിക്കന്ന് മരിച്ചതാ പിന്നെ ഞാൻ വളർത്തി 7 വയസ്സ് വരെ ഞാൻ എന്റെ വഴിയെ കിടന്ന് വളർത്തിന്റെയും ജാതിയുടെയും നേര് പറഞ്ഞു നിറങ്ങി എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞു. വയ്യ, എനിക്ക് വയ്യ. എന്തിനാ കൊന്നേ അറിയില്ല. മോളെ വിട്ടോ മോളെ. അയ്യോടാ എന്നെ കളിപ്പിച്ച കൊണ്ടുള്ള എന്റെ മോൾക്ക് വേണ്ടി കൊഴലുള്ള എന്റെ മോള് ഈ മടിയിൽ കിടന്ന് ഉറങ്ങും. അവളുടെ ഉറക്കാൻ കാണുമ്പോ എന്റെ കുഞ്ഞിനെ കൊല്ലാൻ ഇവർക്കെങ്ങനെ തോന്നി? ഒരു ദിവസം എന്റെ കൊച്ചിന് നല്ല പനി വന്നു. നല്ല പനി. ഞാൻ എന്റെ കൊച്ചിനെയും കൊണ്ട് ഡോക്ടറെ ഓടി ചെല്ലുമ്പോ 4 ദിക്കിൽ നിന്നും ജനങ്ങൾ ആർത്തിരമ്പുകയും വഴിപാട് കടാര എന്താന്നറിയില്ല, പോലീസ്, പട്ടാളം, പയ്യ എല്ലാവരും എന്നെയും എന്റെ കൊച്ചിനെയും കൂടി തട്ടി മറിച്ച് നിങ്ങളുടെ ദേഹത്ത് കൂടി ഓടി ചതച്ചു പോയി. മോളെ പോയിട്ടില്ല. മോക്ക് പോകാൻ പറ്റുമോ? അച്ഛനെ വിട്ട് പോകാൻ പറ്റുമോ? എന്റെ മോക്ക് എന്റെ മോള് പോവില്ല. എന്റെ ഹൃദയത്തിൽ ഈ ചെപ്പിനകത്ത് എന്റെ മോളുണ്ട്. ഞാൻ വരുമ്പോ ചോരയിൽ കുളിച്ച ഞാൻ ചവഞ്ഞഴഞ്ഞ എന്റെ മോള് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നിറം കലർത്തി പോരാട്ടം, ഇടി. ദൈവം ജാതി വെച്ചില്ല, മതം വെച്ചില്ല, വർണ്ണങ്ങൾ വെച്ചില്ല, മനുഷ്യൻ മാത്രം. പക്ഷെ എന്തിനാ എന്റെ കുഞ്ഞിനെ കൊന്നത്? ഇതൊക്കെ കണ്ട് ഞാൻ പഠിച്ചു. അവക്ക് എന്താ ഞാൻ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോയപ്പോ പിഴച്ച് ഒട്ട സേറ്റ എന്റെ മോളെ സേറ്റ അവള് കുത്തി വരച്ചതാ. എങ്ങനെയാ കഴിക്കാൻ? അതാ വരുന്നു.
എന്റെ കൂട്ടുകാരൻ വരുന്നു. എന്തിയാ സഹതാപം എന്തിയെ സഹതാപം? ഭ്രാന്ത് എനിക്ക് ഭ്രാന്തോ നിങ്ങളാ കൊന്നത് വേണ്ട നിങ്ങളെ കൊന്ന എന്റെ മോളെ കൊന്നതാ. ജാതിയുടെ പേര് മതത്തിന്റെ പേര് ഈ ലോകത്ത് ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ എത്രയോ മനുഷ്യരെയാണ് കുരുതു കൊടുക്കുന്നത്. ഓർക്കുക, ദൈവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ശില്പമായ ജീവൻ, മനുഷ്യന് നൽകിയ ജീവനെ നഷ്ടപ്പെടുത്താൻ ദൈവം ഒരിക്കലും അനുവദിക്കുന്നില്ല, ആരെയും അനുവദിച്ചിട്ടുമില്ല. ഓർക്കുക, പൊരിഞ്ഞു പോകുന്ന ജീവനുകൾക്കൊപ്പം നിന്നുകൊണ്ട് എത്രയോ മാതാപിതാക്കളാണ് ഇതുപോലെ വെണ്ണീരിലാവുന്നത്, കരഞ്ഞു കരഞ്ഞ് അവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ഇനിയെങ്കിലും തിരിച്ചറിയുക പ്രിയപ്പെട്ട ജനമേ.